ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും നലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും നലോടലുമായി നാഥൻ ചാരയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേർഡ് സർപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതിന് 70-ാമത് തവണ നാം കാണുന്നത് ഈ യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിലാണ്. ഇവിടെ കാണുന്നത് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക. ഇംഗ്ലീഷ് വായിക്കുന്ന യു വിൽ കീപ് ഇൻ പെർഫെക്റ്റ് പീസ് ദോസ് മൈൻഡ്സ് ആർ സ്റ്റെഡ്ഫാസ്റ്റ്. മനസ്സ് ഏകാഗ്രതയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കുവാൻ കഴിയും എന്നാണ് ദൈവവചനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ പ്രസംഗം കേൾക്കുവാൻ എത്തിയവരോട് താൻ പറഞ്ഞ 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ നാം കാണുന്നത്, നാം ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ, മാമോൻ എന്നുള്ളതിന് വെൽത്ത്, മണി, ലോകം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും സ്റ്റെഡ്ഫാസ്റ്റ് ആയിരിക്കണം, സ്ഥിര മനസ്സിനായിരിക്കണം. എങ്കിൽ നിന്ന് ദൈവിക നന്മകൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. അതിന് മുകളിലത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിൽ സംശയിക്കുന്നവൻ കാറ്റടിച്ചു അലയുന്ന കടൽ തിരക്ക് സമനൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് ഒന്നും പ്രാപിക്കുകയില്ല. ഇരുമനസ്സുള്ള മനുഷ്യന് കാറ്റടിച്ചലയുന്ന തിരകൾക്ക് തുല്യനാണ്. അവൻ്റെ ജീവിതത്തിൽ ഒന്നും തടഞ്ഞു നിൽക്കുകയില്ല, അത് ഓളമായി അടിച്ചടിച്ചു പോവുകയാണ്. ഇവിടെ പറയുന്നത് സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയിക്കും, അവന് ദൈവം സമാധാനം നൽകും. എന്നാൽ സംശയിക്കുന്നവന്, ഇരുമനസ്സുള്ളവർക്ക്, ലോകത്തെയും ദൈവത്തെ ഒരുപോലെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയുകയില്ല എന്നാണ് നാം കാണുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഏകശരീരമായി കർത്താവിൻ്റെ ബോഡി, പാർട്സ് ഓഫ് ബോഡിയായി നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന പൂർണ്ണ സമാധാനത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയാണ്. യോഹന്നാൻ 14:27 വായിക്കുന്നു, സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് സമാധാനത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തത് സമാധാനമാണ്. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ ആശ്രയത്തോടും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദീർഘകാലം വചനം കേൾക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായി ദൈവത്തെ സമർപ്പിക്കപ്പെട്ട്, പൂർണ്ണ സ്ഥിര മനസ്സ് ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട് നമുക്ക് ജീവിക്കാം. ദൈവസമാധാനത്താൽ ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയുടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ജനത്തെ അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ, ദൈവത്തെ പൂർണ്ണമായി ആശ്രയിപ്പാൻ, ഇരുമനസ്സ് ഇല്ലാതെ പൂർണ്ണമായി ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിതാന്ത്യം വരെയും ദിവ്യ നന്മകൾ പ്രാപിച്ച് ആശ്വാസം പ്രാപിച്ച് സമാധാനത്തോടെ ജീവിപ്പാൻ കൃപ തന്നാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.